ഹലോ, ഹമിൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഹോം മെയ്ഡ് ലഡുവിന്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ അതേ ടേസ്റ്റില് ലഡു നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ. ആർക്കും തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങൾ പോയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. അപ്പൊ നമുക്ക് ലഡു ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇതിനായിട്ട് ഞാനിപ്പോ 2 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പിന്റെ അളവ് അത്ര കറക്റ്റ് ആവണമെന്നില്ല, കാരണം നിങ്ങൾ എന്തിലാണോ അളന്നെടുക്കണത് അതേ കപ്പിൽ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അളന്നെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കളറിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ കലക്കിയെടുക്കണം. കട്ടയൊന്നും കെട്ടാതെ കലക്കിയെടുക്കുക. അധികം ലൂസും അല്ല, എന്നാല് അധികം തിക്കും അല്ല. ആ പരുവത്തിൽ വേണം ഇതിനെ കലക്കിയെടുക്കാന്. എനിക്കിപ്പോ ഇത് കറക്റ്റ് ബാറ്റർ ആവാനും വേണ്ടിയിട്ട് ഞാന് നമ്മുടെ കടലമാവ് അളന്നെടുത്ത അതേ കപ്പില് 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതിനെ കലക്കിയെടുത്തിട്ടുള്ളത്. വെള്ളമൊന്നും അളന്ന് നോക്കേണ്ട ആവശ്യമില്ല. മാവ് അധികം ലൂസും അല്ല, എന്നാല് ഇഡ്ലി മാവിന്റെ പോലെ അധികം തിക്കും അല്ല. ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കാന്. ഇതാ കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാന്. വല്ലാണ്ട് അങ്ങ് ലൂസായിട്ടും ഇല്ല, എന്നാൽ വല്ലാണ്ട് അങ്ങ് ടൈറ്റും അല്ല. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ മാവ് എടുത്തിട്ടുള്ളത്. ഇനി ഈ മാവ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബൂന്തി തയ്യാറാക്കണം. ഇതിനായിട്ട് ഇപ്പൊ ഞാനൊരു ചീനച്ചട്ടിയില് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ മീഡിയം ഫ്ലെയിമിൽ വെച്ചോണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇങ്ങനെ ഒരു ഓട്ടയുള്ള തവിയും കൂടെ ആവശ്യമാണ്, എന്നാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഈ ഒരു തവിയിലൂടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ട് ഇതുപോലെ തവിയിലേക്ക് ഒഴിച്ചിട്ട് പതുക്കെ അങ്ങ് ചുറ്റിച്ചു കൊടുക്കുക. ഒരേ സൈഡിൽ തന്നെ വെച്ചിട്ട് മാവ് ഒഴിക്കരുത്. ഇതുപോലെ കുറേശ്ശെ മാവ് ഒഴിച്ചിട്ട് ചുറ്റിച്ച് വേണം തയ്യാറാക്കി എടുക്കാൻ. ഒരു സൈഡിൽ തന്നെ വെച്ചോണ്ടിരുന്നാല് നമ്മുടെ മാവ് ഒരു ഭാഗത്ത് തന്നെ വീണ് പരസ്പരം അത് കട്ട പിടിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പൊ ബൂന്തി കറക്റ്റ് ആയിട്ട് കിട്ടൂല കേട്ടോ. പിന്നെ എണ്ണയുടെ ചൂടിന്റെ കാര്യം എന്ന് വെച്ചാല് ചൂട് എപ്പോഴും ഹൈ ഫ്ലെയിമിലും അല്ല, എന്നാൽ ലോ ഫ്ലെയിമിലും അല്ല. അങ്ങനെ വേണം വെക്കാൻ. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ചോണ്ടിരിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാല് ബൂന്തി നന്നായിട്ട് എണ്ണ കുടിക്കും. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാല് ബൂന്തി പെട്ടെന്ന് ക്രിസ്പായി പോവുകയും ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ലഡു തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റൂല. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചോണ്ടിരിക്കുക. എന്നിട്ട് ജസ്റ്റ് ബൂന്തി ഒന്ന് ഇതുപോലെ കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ കോരി മാറ്റുക. കൂടുതലായിട്ട് ക്രിസ്പി ആവാൻ വേണ്ടി നിൽക്കരുത്. അങ്ങനെ ക്രിസ്പായി കഴിഞ്ഞാൽ നമ്മുടെ ലഡു ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റൂല കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഇപ്പതാ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഇതിനെയാണ് കേട്ടോ നമ്മൾ ബൂന്തി എന്ന് പറയാ. അറിയാത്തവരുണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടി പറഞ്ഞു തന്നെയാണ്. അപ്പൊ ഇതുപോലെ ബാക്കിയുള്ള മാവ് മുഴുവനും ഉപയോഗിച്ചിട്ട് നമുക്ക് ബൂന്തി ഒന്ന് റെഡിയാക്കി എടുത്തു വരാം. ഇപ്പൊ ഈ മാവ് മുഴുവൻ ഉപയോഗിച്ചിട്ട് ഞാൻ ബൂന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ മിക്സിയിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇപ്പൊ ഞാൻ ഇതിനെ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ 2 ഏലക്കായും 1 ഗ്രാമ്പും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക. കൂടുതൽ അങ്ങ് പൊടിഞ്ഞു പോവരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇതാ കണ്ടോ, ഇതുപോലെ വേണം നമ്മൾ ക്രഷ് ചെയ്തെടുക്കാന്. ഇനി ഞാനിപ്പോ ഇതിനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ മാറ്റി വെക്കുക. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പും കൂടെ വേണം. ഇതിനായിട്ട് ഇപ്പൊ ഞാൻ 2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ഒരു പാനിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നല്ല പോലെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം കേട്ടോ. ഇപ്പതാ പഞ്ചസാരയൊക്കെ നല്ല പോലെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു നൂൽ പരിവാവണം കേട്ടോ. അതുവരെ കുറുക്കിയെടുക്കുക.
ഇതാക്കണ്ടോ, ഇതാണ് ഒരു നൂൽ പരുവം എന്ന് പറഞ്ഞാല്. കുറച്ചേരം പഞ്ചസാര തിളപ്പിക്കുമ്പോ കുറച്ചെടുത്തിട്ട് നമ്മുടെ ഒരു വിരലിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരസ്പരം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു നൂല് പോലെ ആയി വരും. ആ ഒരു സ്റ്റേജ് കിട്ടണം, എന്നാലേ കറക്റ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ലഡു ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ഇപ്പൊ ഒരു നൂൽ പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടോട് കൂടെ തന്നെ ഇതിനെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബൂന്തിയിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ബൂന്തിയുടെ എല്ലാ ഭാഗത്തേക്കും നല്ല പോലെ ഷുഗർ സിറപ്പ് എത്തണം കേട്ടോ, അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇപ്പോ ബൂന്തിയും ഷുഗർ സിറപ്പും ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഈ ഷുഗർ സിറപ്പ് ഈ ബൂന്തിനെ നന്നായിട്ടൊന്ന് അബ്സോർബ് ചെയ്യാനും വേണ്ടിയിട്ട് 1/2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഇത്തിരി ഷുഗർ സിറപ്പ് കൂടി എന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അത് ഈ ബൂന്തി അബ്സോർബ് ചെയ്തോളും, അപ്പൊ കറക്റ്റ് പാകമായിട്ട് വരും. ഇപ്പൊ 1/2 മണിക്കൂറായി നമ്മുടെ ഷുഗർ സിറപ്പിനെയൊക്കെ ബൂന്തി അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ കുറേശ്ശെ എടുത്തിട്ട് ലഡുവിന്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇതിന്റെ മുകളിൽ നിങ്ങൾക്ക് നട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോ കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് ഇതിന്റെ മുകളിൽ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോ ഒരു ലഡു ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കുക. എന്നിട്ട് ഇതിനെ വീണ്ടും ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കണം കേട്ടോ, എന്നാലേ ഷുഗർ സിറപ്പൊക്കെ കറക്റ്റ് തിക്കായി ലഡുവിന്റെ കറക്റ്റ് പരുവം കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോ ഞാനിത് എല്ലാത്തിനെയും ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് ആയിട്ട് ഒന്ന് സെറ്റ് ആയിട്ട് വരാനും വേണ്ടിയിട്ട് 1/2 മണിക്കൂറും കൂടി ഒന്ന് മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കിതിനെ എടുത്ത് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കിഡിലൻ ഹോം മെയ്ഡ് ലഡു ഉണ്ടാക്കാനുള്ള പണി. വളരെ എളുപ്പമാണ്, നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വസ്തുക്കൾ മതിട്ടോ. ഇത് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ലഡുവിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്നൊരു ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴേ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം, എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.